ഇതൊക്കെ ഒത്തിരി വർഷമായതാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്നതിന് ശേഷം അപ്പം എല്ലാവർക്കും ഫെയറിംഗ് ഹോമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നുണ്ടല്ലോ ഞാൻ നിൽക്കുന്നത് നമ്മുടെ ടെറസ് ഗാർഡനിലാണ്. ടെറസ് ഗാർഡനിൽ എന്ന് പറയുമ്പോൾ ഞാൻ കുറേ പെറ്റൂണിയയും റോസും ഒക്കെ ഇങ്ങനെ ഓരോ ഗാർഡനിൽ പോയി മേടിച്ചതൊക്കെ ഞാൻ നിങ്ങൾക്ക് ഓരോരോ വീഡിയോയിൽ കാണിച്ചായിരുന്നില്ലേ. അപ്പോൾ ആ ഒരു ചെടികൾക്കൊക്കെ എന്താ സംഭവിച്ചതെന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ആണ് ഇന്ന്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പെറ്റൂണിയ എനിക്ക് പറഞ്ഞിട്ടുള്ളതല്ല എന്നെനിക്ക് മനസ്സിലായി. കാരണം കുറേ പോയി കേട്ടോ. ഞാൻ പെറ്റൂണിയ കാണിച്ചു തരാം. ബാ, ഇതാ കണ്ട, ഇതാണ് എൻ്റെ പെറ്റൂണിയ, ഞാൻ വാങ്ങിയ പെറ്റൂണിയ. ഇതേ കണ്ട, എല്ലാം ഇങ്ങനെ എന്താ പറയുക, ഇത് നാടൻ പെറ്റൂണിയാണ്. ഇതൊക്കെ കുറച്ച് വലിയ കുഴപ്പമില്ല. നാടൻ പെറ്റൂണിയെ നമുക്ക് പറഞ്ഞിട്ടുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ഇത് നമ്മുടെ ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട, നമ്മുടെ ബുദ്ധനെ കണ്ടോ, ബുദ്ധൻ ഇത് ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട കുറച്ച് ചെടികൾ ഞാൻ മേടിച്ചിട്ടേ അതാണ്. പക്ഷെ കുഴപ്പമില്ല, കുറേയൊക്കെ നമുക്ക് നല്ലതായിട്ട് കിട്ടിയിട്ടുണ്ട്. വേണ്ട, നല്ല ഫ്ലവറൊക്കെ രണ്ടാമത് പിന്നീട് വന്ന ഫ്ലവേഴ്സാണ് കേട്ടോ. അത് ഒത്തിരി നാളായില്ലേ, ഏകദേശം ഒരു മാസത്തിൽ കൂടുതൽ, 2 മാസമായില്ലേ. പക്ഷെ ഇത്രയും ചെടികൾ ഞാനൊരു 20-22 വെറൈറ്റി ഹൈബ്രിഡ് പെറ്റൂണിയ മേടിച്ചു. പക്ഷേ എനിക്ക് കിട്ടിയിരിക്കുന്നത് ഒരു 10 ഒക്കെ എനിക്ക് കിട്ടിയിട്ടുള്ളൂ കേട്ടോ. ഞാൻ കാണിച്ചു തരാം. കരിഞ്ഞ് നിൽക്കുന്ന ലാസ്റ്റിലുള്ള കരിഞ്ഞത് കാണിച്ചു തരാം. ഇതെല്ലാം എൻ്റെ പെറ്റൂണിയ കരിഞ്ഞു പോയതാണ് ഗൈസ് കേട്ടോ. അങ്ങനെ കുറേ പോയി. എനിക്ക് എന്താ കാര്യമൊന്നും എനിക്ക് അറിയില്ല. പെറ്റൂണിയ ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ടത് എനിക്ക് പറ്റുന്നില്ല. പിന്നെ നാടൻ പെറ്റൂണിയാണ് ഇത്. ഇതൊക്കെ വലിയ കുഴപ്പമില്ല. ഇതൊക്കെ നമുക്ക് ഈ അടുത്ത കാലത്ത് ഞാൻ പോയി മേടിച്ച വേറൊരു ചെടിയാണിത്. ഇത് എൻ്റെ പേരെന്തോ ആണ്, എനിക്ക് അന്ന് ഓർമ്മയുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ. പിന്നെ ഇത് ഈ ഒരു ചെടിയില്ല, ഇത് നല്ല ഭംഗിയായിട്ട് ബുഷായിട്ട് വരുന്നുണ്ട്. ഈ പൂക്കളൊക്കെ ഞാൻ ഇവിടെ വന്നതിന് ശേഷം വന്ന പൂക്കളാണ്. ഇത് ഞാൻ ഇടയ്ക്കൊരു ഒരു ചെടിക്കടയുടെ ഒരു ഇതിട്ടിട്ടുണ്ടായിരുന്നു. അവിടെ നിന്നാണ് ഈ ഒരു വെറൈറ്റി വാങ്ങിച്ചത്. ഇനിയാണ് എനിക്ക് അവിടെ പോയിട്ട് ഇതിൻ്റെ പല കളേഴ്സുണ്ട്, ഞാനൊന്ന് വാങ്ങി നോക്കിയതാണ്. പിന്നെ റോസ് കാണണ്ടേ, നമ്മളെ കുഴിപ്പള്ളത്തിൽ നിന്ന് വാങ്ങിച്ച റോസൊക്കെ കുറേ കുഴപ്പമില്ല. പക്ഷേ ഞാൻ അതിന് കഴിഞ്ഞിട്ട് വേറെ ഗാർഡനിൽ നിന്നൊക്കെ ഞാൻ കുറച്ച് റോസ് മേടിച്ചു, കാണിച്ചു തരാം. ഈ റോസ് കുറേ റോസൊക്കെ എനിക്ക് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കുറേ റോസ് കണ്ട ഇതൊക്കെ എനിക്ക് പിന്നീട് വന്ന ഫ്ലവേഴ്സാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്നതിന് ശേഷം മൊട്ട് വന്ന് വിരിഞ്ഞ ഫ്ലവേഴ്സാണ്. അതുപോലെ ഇതും റോസും ഞാൻ അടുത്ത കാലത്ത് മേടിച്ചതാണ്. ഇതിലും ഒത്തിരി ഫ്ലവേഴ്സ് രണ്ടാമതുണ്ടായി. കുഴപ്പമൊന്നുമില്ലാതെ എനിക്ക് കിട്ടിയ റോസസാണ്. പക്ഷേ എന്നാൽ കുറേ റോസൊക്കെ എനിക്ക് പോയി കേട്ടോ. കുറച്ച് റോസൊക്കെ എനിക്ക് കരിഞ്ഞു പോയി. എല്ലാം നമുക്ക് കിട്ടത്തില്ല. എനിക്ക് തോന്നുന്നു ഒരു 10 വാങ്ങിക്കുമ്പോൾ നമുക്കൊരു 3 ഒക്കെ പോകും കേട്ടോ. എത്ര വിചാരിച്ചിട്ട് പോയി. പിന്നെ ഞാനും ഇത് നോക്കി, നമ്മുടെ ഓർക്കിഡ്, യെല്ലോ ഓർക്കിഡ് നല്ല ഭംഗിയുണ്ട്. ഞാൻ ഈ അടുത്ത കാലത്ത് പോയപ്പോൾ മേടിച്ച ലാസ്റ്റിലൊരു ഫിഷൊക്കെ ഉള്ളൊരു ഗാർഡനിൽ നിന്ന് മേടിച്ചതാണ്. 250 അങ്ങനെ എങ്ങാണ്ടായിരുന്നു ഇതിൻ്റെ റേഞ്ച്. പക്ഷെ നല്ല ഭംഗിയുള്ള ഒരു ഓർക്കിഡ്. അതുപോലെ തന്നെ നമ്മുടെ വേറൊരു ഫാമിൽ നിന്ന് മേടിച്ചതാണ് പിങ്ക്. ഇതും നല്ല ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനെ റീപോർട്ടൊക്കെ ചെയ്തിട്ട് നല്ല ഭംഗിയാക്കി എടുക്കണം. നല്ല രസമുണ്ട്. 2 കളേഴ്സ് ഓർക്കിഡ് നന്നായിട്ട് ചെയ്തത്. ഈ കടലാസ് പൂവിന് ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ, ഞാൻ കാണിച്ചു തരാതെ. ഈ കടലാസ് പൂവാണ് എൻ്റെ ഫേവറേറ്റ് വണ്ണം. ഇത് കണ്ടോ, 2 കളേഴ്സാണ് ഇതിനകത്ത്. നല്ല ഭംഗിയുള്ള വൈറ്റും പിങ്കും ഒരുമിച്ചുള്ള ഒരു കളറാണ്. ഇതൊക്കെ ഒത്തിരി വർഷമായതാണ് കേട്ടോ. ഇതൊരു 1 വർഷത്തിൽ കൂടുതലായി മേടിച്ചിട്ടാണ്. ചെറിയ കമ്പുകൾ മേടിച്ചിട്ട് നട്ടതാണ്. പക്ഷെ നല്ല ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട്. കുഴപ്പമില്ല, നല്ല രസമുണ്ട്. മേടിച്ച ഒരു നഴ്സറിയിൽ മേടിച്ചതാണ്. ഒരു റെഡ് കളറ് ചെടി. ഇതിൻ്റെ തന്നെ
വലുതായിട്ട് നിൽക്കുന്നത് എൻ്റെ കയ്യിൽ. നമ്മുടെ വീട്ടിലെ കപ്പമാങ്ങ കണ്ടോ, നിറയെ കായുണ്ട് കേട്ടോ. ഇതെല്ലാം ഉണങ്ങിപ്പോയ പെറ്റൂണിയാസാണ് കേട്ടോ. അത് എന്താണെന്നറിയില്ല. ഞാനെല്ലാം അവർ പറയുന്ന കണക്കാണ് വെള്ളവും വളവും ഒക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എന്താണ് നല്ലത്, ഈ ഒരു ചെടി എനിക്ക് നല്ല ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതായത് ഇത് വെള്ളം കുഴപ്പമില്ല, നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ടെറസിലെ പെറ്റൂണിയ വിശേഷങ്ങൾ കേട്ടോ. അപ്ഡേറ്റ് ആയിട്ട് ഇനി ഞാൻ കുറച്ചുകൂടിയൊക്കെ ഗാർഡനിലൊക്കെ പോയി നോക്കട്ടെ, എന്തൊക്കെയാണ് ടിപ്സൊക്കെ ഞാൻ നിങ്ങളെ അറിയിക്കാം കേട്ടോ. അപ്പോൾ വീണ്ടും കാണാം പുതിയൊരു വീഡിയോ.